ഇയർ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം നമുക്കിന്ന് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു അടിപൊളി ജേണൽ ഡയറി ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 25 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പഴയ ബുക്കിൻ്റെ പേജൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജേണൽ ഡയറി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ A4 തന്നെ എടുത്തത്. ഇപ്പം നിങ്ങൾ മിനി ഡയറിയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു A4 എടുത്തിട്ട് ആദ്യം ഞാൻ കാണിച്ച പോലെ പകുതിയാക്കി മടക്കാം. എന്നിട്ട് ഒന്നും കൂടെ പകുതിയാക്കി മടക്കിയാൽ നമുക്ക് പോക്കറ്റ് ഡയറി ആയിട്ട് കിട്ടും. ഡയറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വലിപ്പമൊക്കെ വേണം. അതിനോണ്ടാട്ടോ ഞാൻ ഇപ്പോൾ ഒരു A4 പകുതിയാക്കിയിട്ട് എടുത്തത്. 25 ഷീറ്റ് ഇതുപോലെ മടക്കിയെടുത്ത ശേഷം വേറൊരു A4 ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് മടക്കിയെടുത്തിട്ടൊന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഒരു 7 cm അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു സ്കെയിലും പെൻസിലും വെച്ചിട്ട് വരച്ച് യോജിപ്പിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ആ മടക്കിയ സാധനം നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ മടക്കി വെച്ച് കുറച്ച് A4 ഷീറ്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് കൃത്യമായിട്ട് വെച്ച ശേഷം നമുക്കൊരു പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 3 പേപ്പർ ക്ലിപ്പൊക്കെ എടുത്തു കേട്ടോ, എന്നാലേ ഇതുപോലൊന്ന് കുറച്ച് സ്റ്റേഡി ആയിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ എടുത്ത ശേഷം നമ്മൾ ക്ലിപ്പ് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ ഭയങ്കര സെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ അതിൽ കയറിയിട്ട് നോക്കിയിരുന്നു. ജേണൽ സെറ്റൊക്കെ നോക്കി ഓർഡർ ചെയ്യാൻ നേരത്ത് അതിൻ്റെ വില കൂടും ചെയ്യും. സങ്കടമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വിഷമം. ഈ ബുക്കിൻ്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തല്ലോ, ഇനി അതൊരു 2-3 മണിക്കൂർ എടുക്കും കേട്ടോ ഉണങ്ങാൻ. ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്കെയിൽ എടുത്തിട്ട് ആ ബുക്കിൻ്റെ ആ പശ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് അളന്ന് നോക്കാം. എൻ്റെ ഇപ്പോൾ ഇതിൽ 1 cm ആണ്. ഇനി നമ്മൾ നേരത്തെ 7 cm അടയാളപ്പെടുത്തി വെച്ച ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് 1 cm കൂടെ അടയാളപ്പെടുത്തിയിട്ട് അന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ അതും ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തൊരു പ്രത്യേക ലുക്കാട്ടോ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ ബുക്കിൻ്റെ ആ അളവിലൊന്ന് നമുക്ക് അതിലൊന്ന് വരച്ചെടുക്കണം. എൻ്റെ ഇപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് 21 cm 15 cm ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന അളവിനോട് ഒരു 0.5 cm കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അത് അതുപോലെ കൂട്ടിയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഡയറീൻ്റെ ചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര കട്ടിയുള്ള കാർഡ്ബോർഡൊന്നും വേണമെന്നില്ല കേട്ടോ, ഒരു ലേശം തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് മതി. എടുത്ത കാർഡ്ബോർഡ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെച്ച് ഡബിൾ ചെക്ക് ചെയ്യാം. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കൊന്ന് വെട്ടി ലെവലാക്കി എടുക്കാമല്ലോ. ഞാൻ വരച്ചത് 1.5 cm ആയിരുന്നു കേട്ടോ, പിന്നെ അത് ഞാൻ വെട്ടി 1 cm ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡയറി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ക്ലിപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പിൻ്റെ അടയാളം അതിലായിട്ടുണ്ട്, കാരണം എൻ്റെ കുറച്ച് പഴയ ക്ലിപ്പാണ്. അത് സാരില്ല. ഇനി നമ്മൾ നേരത്തെ 1 cm 7 cm ഒക്കെ അടയാളപ്പെടുത്തിയൊരു പേപ്പർ ഉണ്ടല്ലോ മടക്കി വെച്ചത്, അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡയറീൻ്റെ പേജ് ഉണ്ടല്ലോ അയക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഡയറിക്ക് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കുന്നത്. ഇങ്ങനെ ആക്കിയാൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച ഭാഗത്തുനിന്ന് പേജ് അങ്ങനെ പോരൊന്നുമില്ല, കൃത്യമായിട്ട് നിന്നോളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മുടെ പേപ്പറിലാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ജേണൽ ഡയറിയിലൊക്കെ ജേണൽ ചെയ്യാൻ നമ്മൾ അടുത്ത കൊല്ലം മുതലാട്ടോ തുടങ്ങുകയുള്ളൂ. ഐശ്വര്യമായിട്ട് 2026 മുതൽ നമുക്ക് ജേണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 1 cm ആക്കി എന്ന് പറഞ്ഞൊരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. എന്താ അറിയില്ല, എത്ര വെട്ടിയാലും എനിക്കൊരു ഡൗട്ടാണ്, ഇത് ശരിയാവൂ. ഞാൻ കുറേ പ്രാവശ്യം വെച്ച് നോക്കൂ. നിങ്ങൾക്കും ഇതേപോലത്തെ സൂക്കേട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിഷ്ടമുള്ളൊരു കളർ ചാർട്ട് പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറായിട്ട് എടുത്തേ. ഇത് അത്ര ഡാർക്ക് ബ്ലാക്കൊന്നുമല്ല, ഏകദേശം ഒരു ഗ്രേ ഒക്കെ മിക്സായ തരം ബ്ലാക്കാണ്. ഈ ബ്ലാക്ക് ചാർട്ട് ഒട്ടിച്ചപ്പോഴേക്ക് പിന്നെ തോന്നിയത് ഒരു പിങ്ക് കളറൊക്കെ ആക്കുകയെന്ന് വെച്ചാൽ ആ ചെറി ബ്ലോസമിൻ്റെ തീമിലുള്ള ഒരു ഡയറി ആക്കായിരുന്നു എന്ന്. ഒരു ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ കാർഡ്ബോർഡ് കഷ്ണങ്ങളും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് ഇത് അതുപോലെ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പൊതിഞ്ഞ് വെച്ച ആ കാർഡ്ബോർഡിൻ്റെ ചട്ട ഉണ്ടല്ലോ, അത് കുറച്ച് വിട്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മാസ്കിങ് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് വേണമെന്നില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പം വെറുതെ ഒരു രസത്തിന് വെറുതെ ആഡ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യണ്ട. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 2 ഭാഗം നമുക്ക് ബാക്കി ഗ്ലൂ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ.
ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അതൊന്ന് കൃത്യമായിട്ട് നിൽക്കുള്ളൂ. ഇതാ നമ്മുടെ ഡയറി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു വൈറ്റ് പെയിൻറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലിറ്റർ പെന്നൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് അവിടെ ഒരു ചന്ദ്രൻ്റെ ചിത്രവും കുറച്ച് ക്ലൗഡും ഇതൊക്കെ ആട്ടോ വരച്ചെടുത്തത്. ഡൊമസിൻ്റെ ബ്രഷ് പെൻ ഉണ്ടല്ലോ, പേസ്റ്റൽ കളറ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സിൽവർ ഗ്ലിറ്റർ പെന്നാട്ടോ ഇത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഭംഗിക്ക് ഒരു വൈറ്റ് പേപ്പറും കൂടെ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 9 cm അളവിലാണ് ഈ വൈറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ 2026 ജേണൽ അങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ നമ്മുടെ ഡയറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തേ. എനിക്കെന്തായാലും ഈ ഡയറി ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഈ ഡയറി ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട.